ഫുക്രിയിലേക്ക് സ്വാഗതം. ഇത് കട്ടെടുത്ത കപ്പാണ്. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ഇങ്ങനെ മിണ്ടാതിരുന്നാൽ കാര്യങ്ങൾ ശരിയാകില്ല. അതുകൊണ്ട് നമുക്ക് പ്രതിഷേധിക്കണം. ലോകകപ്പിൻ്റെ ഫൈനൽ ഒരിക്കൽ കൂടി നടത്തണം. സ്പെയിൻ ഇപ്പോൾ ലോക കിരീടം നേടിയത് അത് കട്ടെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. റഫറിങ് ഒക്കെ മഹാമോശമായിരുന്നു. ഇത് പറയുന്നത് അർജൻറ്റീനയിലെ ഒരു കൂട്ടം അർജൻറ്റീന ഫാൻസാണ്. അവർ ഇതെല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നടത്തി ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് അർജൻറ്റീനയിൽ ഒരു റാലി നടത്തി. അർജൻറ്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിലെ ഒരു തെരുവിൽ, ഒബ്ലിസ്ക് എന്നു പേരുള്ള ആ തെരുവിൽ അവർ ഒത്തുചേർന്ന് റാലി നടത്തി. സ്പെയിനും അർജൻറ്റീനയും തമ്മിലുള്ള ഫൈനൽ ഒരിക്കൽ കൂടി നടത്തണം. ഇപ്പോഴത്തേത് കട്ടെടുത്ത കപ്പാണ് സ്പെയിനിൻ്റെ. അപ്പോൾ അതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ക്യാമ്പയിൻ നടന്നിരുന്നു. വൈകിട്ട് 5 മണിക്ക് ഇന്നടത്ത് കൂടണം, എന്നിട്ട് റാലി നടത്തണം എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ പ്രകാരം വിചാരിച്ചത്ര ആ റാലിയിൽ വിചാരിച്ചത്ര ആളുകൾ വന്നില്ല. വലിയ ആളുകളെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഒരുപാട് പേർ വിട്ടുനിന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ആ റാലി ഇന്നലെ നടന്നു. മൊത്തം തമാശകളാണ്. ലോകകപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞു, അതിൽ അർജൻറ്റീന തോറ്റു. എന്നാലും ആ തോൽവി അംഗീകരിക്കാൻ, ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്പെയിൻ ആ കപ്പ് നേടിയിരിക്കുന്നു. അപ്പോൾ ആ സ്പെയിൻ ആ കപ്പ് നേടിയത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അർജൻറ്റീന ഫാൻസ്, അർജൻറ്റീനയുടെ ആരാധകർ ഇത് കട്ടെടുത്ത കപ്പാണ്. അങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ തലക്കെട്ട് തന്നെ അങ്ങനെയായിരുന്നു, ഇത് കട്ടെടുത്ത കപ്പാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നേരത്തെ ഒരു ഹർജി, ഭീമഹർജിയിൽ ഒപ്പുമെടുത്തിരുന്നു അർജൻറ്റീനക്കാർ, ഫൈനൽ വീണ്ടും നടത്തണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ അവർ അർജൻറ്റീന ഫാൻസ് വീണ്ടും ഒരു റാലി കൂടി നടത്തിയിരിക്കുകയാണ്. ഇത്തരം തമാശകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വലിയ തമാശയാണ്. കാരണം ഫിഫ നടത്തുന്ന ഒരു ലോകകപ്പിൻ്റെ ഫൈനലിൽ സ്പെയിൻ ആ കപ്പ് എടുക്കുകയും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അർജൻറ്റീനൻ ഫാൻസുകാർ അത് സ്പെയിനിന് കട്ടെടുത്തതാണ്, റഫറിങ് ശരിയായില്ല എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു തരത്തിലൊരു തമാശയായിട്ട് നിലനിൽക്കുകയാണ്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. മറ്റൊരു ഭാഗത്ത് അർജൻറ്റീനയെ ഇനി ഒരിക്കലും ലോകകപ്പ് കളിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഭീമഹർജി ഒപ്പിടുന്നുണ്ട്. അതിൻ്റെ കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ വരെ 2.3 കോടി പേരാണ് ആ ഭീമഹർജിയിൽ ഒപ്പിട്ടിരുന്നത്. എന്തായാലും ഇത്തരം തമാശകളെല്ലാം ഈ അർജൻറ്റീനയെ ഒരിക്കലും പങ്കെടുപ്പിക്കരുത് എന്ന് പറയുന്നത് നടക്കാൻ പോകുന്നില്ല. ഫൈനൽ ഒരിക്കൽ കൂടി നടത്തണമെന്ന് പറയുന്നത് നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. വെറുതെ കുറേ അഭ്യാസ പ്രകടനങ്ങൾ എന്ന നിലയിൽ മാത്രമേ നമുക്കിതൊക്കെ കാണാൻ കഴിയൂ. എന്തായാലും ഇതൊക്കെ നടക്കുന്നു. ലോകത്ത് ഇത്തരം തമാശകളെല്ലാം നടക്കുന്നു ലോകകപ്പ് ഫൈനലിന് ശേഷം എന്നത് ആണ് യാഥാർത്ഥ്യം.